സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടാനം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു ശസ്ത്രക്രിയ നടക്കുകയുണ്ടായി. ആ ശസ്ത്രക്രിയക്കൊക്കെ ശേഷം ആ ഒരു അമ്മയ്ക്ക് അസഹനീയമായ വേദന തൻ്റെ വയറിനുള്ളിൽ അനുഭവപ്പെടുകയും അതിനുശേഷം സ്കാനിങ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലൊരു കത്രിക ഇരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. ആ കത്രിക ഇരിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിനുള്ളിൽ വന്നതാണെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ ഇവര് ആ ഒരു മെഡിക്കൽ കോളേജിൽ ആരാണോ ഇവരെ സർജറി ചെയ്തത് ആ ഡോക്ടറെ സമീപിക്കുകയും ആ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ എന്തൊക്കെയോ രീതിയിലുള്ള സംസാര രീതികളുമൊക്കെയാണ് പിന്നീട് കണ്ടത്. അതായത് ഡോക്ടർ പറയുന്നത് ആ ഒരു കത്രിക, അത് ശരിക്കും പറഞ്ഞാൽ കത്രികയല്ല, അത് വേറൊരു എക്യുപ്മെന്റിന്റെ പേര് പറയുന്നുണ്ട്. അത് 50 വർഷം, 5 അല്ല 50 വർഷം വയറ്റിൽ കിടന്നാൽ പോലും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനമാണ്. അതങ്ങനെ വയറ്റിൽ പോകാൻ ഒരു സാധ്യതയുമില്ല. ഞാനല്ല ചെയ്തിരിക്കുന്നത്, ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഡോക്ടറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് പറയുമ്പോഴും ചിരിച്ചും കളിച്ചും കൊണ്ടാണ് അവർ പറയുന്നതെന്ന് ഓർക്കണം. അതായത് ഈ ഒരു വയറ്റിൽ ഈ ഒരു കത്രിക ഇരിക്കുന്ന ആ അമ്മയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം. അത് കാണിച്ചിട്ട് ഈ ഡോക്ടറിന്റെ മെഴുകിലൂടെ ഞാൻ കാണിച്ചു തരാമേ. ഡോക്ടർ ചെയ്തതിൻ്റെ അകത്ത് സംഭവിച്ചതാ ഇത്. അല്ലാതെ എനിക്ക് കത്രികയൊക്കെ വരേണ്ട കാര്യമില്ലല്ലോ. വയറുവേദന വരും, അടുത്ത് എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരും, പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പാമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഡോക്ടർ കണ്ടച്ചും പറഞ്ഞ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇതിലെ മോൻ്റെ നമ്പർ മേടിച്ച് വിളിച്ചു. അടുത്ത തിങ്കളാഴ്ച അഡ്മിറ്റ് ആകും, ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പണ്ടാലത്ത് പോകുന്നില്ല, എനിക്ക് പേടിയാണ്. ഇതാണ് അമ്മ പറഞ്ഞത്. അതായത് എവിടെ പോയാലും ഞാൻ പാമ്പേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് ബ്ലീഡിംഗ് ഉണ്ട്, യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പോലും ബ്ലീഡിംഗ് ഉണ്ട്, അസഹനീയമായ വേദന വയറ്റിലുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്തുള്ള ആശുപത്രികളിൽ പോകും, ചികിത്സ തേടും. ആ ഒരു അമ്മ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളൊന്ന് പിടയും. നമ്മളെല്ലാവരും എന്ത് വിശ്വസിച്ചാണ് ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ പോകുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. ഈ സർക്കാർ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഞാനിതിൽ സർക്കാരിനെ കുറ്റം പറയുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ ഇരിക്കുന്ന ചില ആളുകളുടെ തോന്നിവാസവും തന്തയ്ക്ക് പുറക്കാഴികയുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പക്ഷേ സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വാദിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ ഒരു സംസ്ഥാനത്തിലുള്ള ഈ ഒരു ആശുപത്രികൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല, പൊതുമേഖല, ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊന്ന് അന്വേഷിക്കണം. ഇത് ഡോക്ടറിന്റെ അനാസ്ഥ കാരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട കേസല്ല, ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, സിസ്റ്റത്തിന്റെ എററാണെന്ന് പറയാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ശ്രീമതി വീണ ജോർജ് മേഡം അവിടെ വന്നിട്ട് അത് കൃത്യമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ട്, അത് അന്വേഷിക്കും. അതിനെതിരെ ആരാണോ അല്ലെങ്കിൽ ഈ രീതിയിൽ ആരാണോ ചെയ്ത് അവർക്കെതിരെ തക്കതായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് സിസ്റ്റത്തിന്റെ പിഴവാണ്, അതുകൊണ്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതി പറഞ്ഞ് മെഴുകി പോകുന്ന ഒരു വീണ ജോർജ് മേഡത്തിനെയാണ്. എന്നാൽ ഇവിടെ സിസ്റ്റത്തിന്റെ പിഴവെന്ന് പറയാൻ പറ്റില്ല, ജനങ്ങൾ വലിച്ചു കീറുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഇത് ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു പിഴവാണ്, അതുകൊണ്ട് അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വീണ ജോർജ് പറയുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇതിന് ശേഷം ഡോക്ടറിന്റെ ഒരു മെഴുകലുണ്ട്. ആ മെഴുകൽ ഞാൻ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആ മെഴുകലാണ് നിങ്ങൾ കാണേണ്ടത്. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതിനുശേഷം മാധ്യമങ്ങൾ ഇത് എങ്ങനെ ഉണ്ടായി, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അതിനെ അവിടെയും ഇവിടെയും തൊടാതെ എന്തൊക്കെയോ രീതിയിൽ മെഴുകുന്ന ഒരു ഡോക്ടറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു വീഡിയോ എന്തായാലും കണ്ടിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ഒന്നാമത് കത്രികയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. ഓ, ചെറിയ സാധനം. എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് ആണ്. കത്രികയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മള് ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. എന്നിട്ട് അവിടെ തന്നെ വെച്ചു. അപ്പൊ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും, എണ്ണിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പൊ ആ എണ്ണത്തിൽ എവിടെ പോയെന്ന് അറിയാനാ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലെ വന്നതെന്ന് എന്താ ഓർമ്മ? 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കാം, ഇത് പാക്ക് ഇരിക്കാം, പാക്കും ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറെ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തി കല്ലിന്റെ അസുഖത്തിന്, അതിന്റെ വേദനയായിരുന്നു. ഈ സർജറി ചെയ്തത് അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം, ഞാനല്ല. അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാ. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. എടോ, ഇത് വയറ്റിലുണ്ടോണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, അത് തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെ ചെയ്യേണ്ടി വരും.
അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല? എഴുതാനുള്ള സ്റ്റാഫ് ഇല്ല. ആ സ്റ്റാഫ് എഴുതണം, എഴുതി ആ കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. കൊള്ളാം. വീണ ജോർജ് മേഡം നേരത്തെ പറഞ്ഞിട്ടുള്ള വാർത്തകളിലൊക്കെ കണ്ട കാര്യങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ ഡോക്ടർ സിസ്റ്റത്തിന്റെ എററാണ്. ഞങ്ങൾക്കിത് എഴുതാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻസ് ഇല്ല, ഞങ്ങൾ തന്നെ എഴുതുക, ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, ഇതൊക്കെ വേണം. ഇത് എല്ലാവരും എണ്ണുന്നതാണ്. അതായത് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് എണ്ണും, അതിനുശേഷം വീണ്ടും എണ്ണും. എന്തിനാണ് വീണ്ടും വീണ്ടും എണ്ണുന്നതെന്ന് അറിയാമോ? എന്തെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർക്ക് തന്നെ അറിയാം ഇങ്ങനെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഉള്ളിൽ അങ്ങ് പോകുമെന്നുള്ളത്. എന്തിനാണ് ഇത് ഉള്ളിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ വരുന്നത്. ഈ വലിയ മുന്തിയ മന്ത്രി കൊച്ചമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഏതെങ്കിലും ഒരു ഈ പാർട്ടിയിലുള്ള മന്ത്രിമാർ പോലും ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കാറില്ല. അവരെല്ലാം ആശ്രയിക്കുന്നത് വലിയ മുന്തിയ ആശുപത്രികളാണ്. ചെന്നൈയിലേക്ക് പോകുന്നു, മുംബൈയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ആരോഗ്യ മേഖല എല്ലായിടത്തു നിന്നും നമ്പർ 1 ആണ്. ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു മെഡിക്കൽ റെപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോഴും ഒരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ, തിരുവനന്തപുരം തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇരിക്കാൻ സ്ഥലം പോലുമില്ല. അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പേഷ്യന്റ് എണ്ണത്തിൽ കൂടുതൽ വരുമ്പോൾ അവർ പല ആളുകളും തറയിൽ കിടക്കുന്നു, തറയിലിരിക്കുന്നു. ഒട്ടും അത്ര വൃത്തി ഉള്ളൊരു കാര്യമൊന്നും അല്ല അവിടെ കാണുന്നത്. എന്നാൽ ഈ ആശുപത്രികളിലൊക്കെ ഇത്ര കോടി അനുവദിച്ചു, ഇത്ര ലക്ഷങ്ങൾ അനുവദിച്ചു, ആശുപത്രികളിൽ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴും ഇവർ കൊടുക്കുന്ന സാധനങ്ങളിൽ പലതും ഒന്നോ രണ്ടോ സാധനങ്ങൾ എടുത്ത് പുറത്തിടും. പിന്നീട് മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം എടുത്ത് വെളിയിലിടും. ബാക്കിയെല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ് പിന്നീടും സ്റ്റോക്ക് ചെയ്യുന്നത്. ഈവൻ കട്ടിലാണെങ്കിൽ പോലും ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഓരോ വാർഡുകളിൽ ഓരോ കട്ടിലുകൾ കാണണം. അതൊക്കെ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണ്. പലരും കിടന്ന് മരിച്ചതും പലരും കിടക്കുന്നതുമായിട്ടുള്ള വൃത്തികെട്ട കട്ടിലുകളൊക്കെയാണ് അതൊക്കെ. അതിന് പകരം പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ വന്നതെല്ലാം അവരൊരു സ്റ്റോക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണ്? മാധ്യമ ശ്രദ്ധ കിട്ടുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ എടുത്ത് അവിടെ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഇത് തിരുവനന്തപുരത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് സർജറി ചെയ്ത് അതിനുള്ളിൽ ആ കത്രികയും വെച്ചതിന് ശേഷം ഈ ഡോക്ടർ മെഴുകുന്നത് 5 അല്ല 50 വർഷം ഇരുന്നാലും ഈ പറയുന്ന കത്രിക ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ രോഗി മുൻപേ വേറൊരു ആശുപത്രിയിൽ പോയി ചികിത്സ ചെയ്തിട്ടുണ്ട്, അല്ല നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വന്നതാണോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നീട് കത്രികയുടെ കാലപ്പഴക്കം വല്ല കെമിക്കൽസ് വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാനും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അവിടെ വന്നിട്ട് ഇവരെ വിശ്വസിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ടിരുന്ന ആളിനെ ഒരുമാതിരി ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർ ചിരിച്ചും കളിച്ചുകൊണ്ട് പറയും ഇവർക്കൊന്നും സംഭവിക്കാമല്ലോ, ഇവരുടെ വീട്ടിൽ ഇവരുടെ മക്കൾക്കോ ഭർത്താവിനോ ഒന്നും അല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്, സ്വന്തം അമ്മയ്ക്കൊന്നും അല്ലല്ലോ. ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലായിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഇവർ കാണിച്ച തോന്നിവാസം കാരണം, അല്ലെ ഇവരുടെ കൂട്ടത്തിലുള്ളവർ കാണിച്ച തോന്നിവാസം കാരണം അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ അമ്മയൊക്കെ പറയുന്നുണ്ട് ഈ ഡോക്ടർ തന്നെയാണ് ചെയ്തത്. ആ ഓപ്പറേഷൻ ചെയ്ത ആളിനെ അവർക്കൊരിക്കലും തെറ്റില്ല. ഓപ്പറേഷൻ ചെയ്ത ആൾ മറന്നാലും ഓപ്പറേഷൻ ചെയ്യപ്പെടേണ്ടി വന്ന ആള് അത് ആരാണെങ്കിലും അവരത് ഒരിക്കലും മറക്കില്ല. അപ്പൊ ഈ രീതിയിൽ ഇവർക്ക് ഈ ഉള്ളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തിനാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷം വേദന ഉണ്ടാവുന്നു, ബ്ലഡ് വരുന്നു. അതൊക്കെ ഓപ്പറേഷന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ എക്സ്റേ എടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെപ്പറ്റി അവർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടായത്. ആ അമ്മയുടെ വേറൊരു വാർത്താ സമ്മേളനത്തിൽ ആ അമ്മ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതുകൂടെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. വരുന്ന മെയ് 5-ാം തീയതി വരുമ്പോ 5 വർഷം എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേദന സഹിക്കുകയൊക്കെ ചെയ്യാമെങ്കിലും ഞാൻ എല്ലാം ബോധിച്ച് വെച്ചിട്ട് മോനോട് പറയും. മോൻ എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ എല്ലാത്തിനും എന്റെ മോനെന്റെ കൂടെ ഉണ്ട്. ഡോക്ടർമാരെ കാണിക്കുകയും വേദന വരുമ്പോ കൂടെ ഇഞ്ചക്ഷൻ അടിക്കുകയും എന്നാലും ഞാൻ വരുന്ന വേദനയുണ്ട്. കണ്ടില്ലേ? ആ വൃത്തികെട്ട സ്ത്രീ എന്നിട്ട് പറഞ്ഞത്, ഡോക്ടർ എന്ന് പറയുന്ന അവർ പറഞ്ഞത്, എല്ലാ ഡോക്ടർമാരെ അല്ല, ചില ഡോക്ടർമാർ, നല്ല ഡോക്ടർമാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവന്മാരെയാണ് ഞാൻ പറയുന്നത്. ആ ഡോക്ടർ എന്നിട്ട് മെഴുകുന്നത് ഇങ്ങനെയാണ്, അതൊന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് സംഭവിച്ചു പോയതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അത് കാലപ്പഴക്കം നോക്കുക, എൻ്റെ അല്ല, ഞാനിത് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ മെഴുകുന്നത്. എന്തായാലും ഇവർക്കെതിരെ കേസുമായിട്ട് അവർ രംഗത്തേക്ക് പോയിട്ടുണ്ട്. നമുക്കറിയാം മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് തോന്നിവാസങ്ങൾക്കെതിരെ നല്ല ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാഷ്മി. ആ ഹാഷ്മി ഈ ഒരു കാര്യത്തിൽ പറഞ്ഞൊരു വാർത്ത കൂടി ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അമേരിക്ക അടക്കം അന്തം വിട്ട് നിൽക്കുന്ന 1-ാം നമ്പർ ആരോഗ്യ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ ഏതോ പട്ടി കയറുമെന്ന് പറഞ്ഞ് അടച്ചിട്ട വാതിലുകൾക്ക് മുന്നിൽ CPR കിട്ടാത്ത, ഓക്സിജൻ കിട്ടാത്ത ഒരു പാവപ്പെട്ടവൻ പ്രാണൻ പടിഞ്ഞ് ലോകം പിടിഞ്ഞ വാർത്തയടക്കം ഒന്നിന് പിന്നാലെ ഒന്നാകെ ഓരോ വാർത്ത വരുമ്പോഴും ഈ ഉള്ളവനെ വിട്ടേക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവരെ ചാടി വീണാക്രമിക്കുന്ന സൈബറിടത്തിലെ തെരുവുനായ ഭീഷണി പേടിച്ചല്ല,
കോട്ടയത്ത് അടിത്തറ ഇളകി ആളെ കൊന്നിടിഞ്ഞ് വീണ് ആശുപത്രി കിട്ടണം പോലെ അട്ടിയടുക്കി വീഴുന്ന ആരോഗ്യ വകുപ്പിന് അനാസ്ഥാ വാർത്തകൾ രോഷപ്പെട്ടും വേദനിച്ചും പൊട്ടിത്തെറിച്ചും പറഞ്ഞങ്ങ് മടുക്കലാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസക്കാലം ഈ ചർച്ചാവേദിയിൽ ചെയ്ത ഡിബേറ്റുകൾക്കും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾക്കും കയ്യും കണക്കുമുണ്ടോ? ഇരിക്കാനും നിൽക്കാനും രാത്രി ഉറങ്ങാനും കഴിയാത്ത കുടലി വിരിയുന്ന വേദനയിൽ കോഴിക്കോട്ടൊരു പാവം സ്ത്രീ ആശുപത്രികൾ കയറി ഇറങ്ങിയതും ഉള്ള ഉപജീവന മാർഗം അടഞ്ഞ് ജീവിതം നാനാവിധമായതും പ്രേക്ഷകരെ ആദ്യം അറിയിച്ചത് 24 നമ്മളാണ്. ഒരു നിയോഗം പോലെ ഇന്നലെ രാത്രി 9 മണിക്കാണ് പ്രിയപ്പെട്ട അശ്വിൻ പാലാഴി അതേപോലെ ഒരു അമ്മയുടെ വയറ്റിൽ 5 ആണ്ടുകാലം കത്രിയുടെ പഴുപ്പും ചോരയും വേദനാവർഷങ്ങൾ പറഞ്ഞിട്ട് അയ്യോ പടച്ചോനെ എന്ന് നമ്മൾ ആരെങ്കിലും ഞെട്ടിയോ? ഇല്ല. ഓടിക്കളിച്ച് വീണ കുറ്റത്തിന് കൈമുറിച്ച് കളഞ്ഞൊരു കുഞ്ഞിന്റെ വേദന, പ്രാണവായു വിട്ട് മരിച്ചവൻ അവസാന ശ്വാസം, ICU പീഡനം, ആ മോർച്ചറി കണക്ക് നിലത്ത് കിടന്ന നരകയാതനയിൽ മരിച്ചുപോയ ഓട്ടോറിക്ഷക്കാരൻ വേണിച്ചേട്ടൻ, ഓരോന്നിനും പിന്നാലവരും പ്രചാരവേല, ആരോഗ്യ വകുപ്പിനെതിരെ മാധ്യമ ഗൂഢാലോചന, ആരോഗ്യമന്ത്രിയോട് ആർക്കോ കുശുമ്പ്, അധികാരത്തോട് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് വാലാട്ടി നിൽക്കുന്ന PR ജേണോകളുടെ നാണം കെട്ട വൈറ്റ് വാഷിംഗ് വായാട്ട് വീണ്ടും വീണ്ടും കണ്ടും കേട്ടും മരവിച്ചവരാണ് നമ്മൾ ആരോഗ്യ കേരളത്തിന്റെ ന്യൂ നോർമൽ. പണ്ടാണ് തന്നുണ്ടായിരുന്ന കമ്പും കോലും കത്രികയൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് വാർത്താ സമ്മേളന തള്ള്. പിന്നെ ചേച്ചിയുടെ വയറ്റിലെ കത്രിക ജന്മനാ സ്വയംഭൂമായതാണോ സാറേ? അതോ വിശന്നപ്പോ ഉപ്പ് കൂട്ടി വിഴുങ്ങിയതാണോ കത്രിക? അയ്യോ അത് കത്രികയല്ല, ഏതോ മാക്കോട്ടയാ, വേറെന്തോ കിടുതാപ്പ. 50 വർഷം അകത്തിരുന്നാലും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊരു ഡോക്ടർ നാമധാരിയൊക്കെ പറയലാണ്. സ്വന്തം വീട്ടിലെ കൊച്ചാണെങ്കിൽ ഏതെങ്കിലും മന്ത്രിബന്ധുവിന്റെ പള്ളക്കാണ് കത്തിയെങ്കിൽ ഇത്ര ധൈര്യത്തിൽ ഇളിച്ചു പറയുമോ? മര്യാദ കെട്ട വൃത്തികേട് ഒഡാസിറ്റി. CPM-ന്റെ ഇലക്ഷൻ വെബ്സൈറ്റ് ഒന്നുകൂടി തിരുത്തണം. ഷോക്കേസിൽ വെക്കണം മുന്നേറ്റങ്ങൾ. വയറ് കയറിയെടുത്ത കമ്പും കോലും ജീവിച്ചു തുടങ്ങും മുന്നേ മുറിച്ചു കളഞ്ഞൊരു വലത്തെ കൈ, നായയുടെ വില പോലും ഇല്ലല്ലോ അൻവർ സാദത്തെ എന്നൊരു പാവത്തിന്റെ മരണസാക്ഷ്യം എന്നിട്ട് അടിക്കുറിപ്പിൽ കറുത്തക്ഷരത്തിൽ കൊത്തിവെക്കണം. കാലങ്ങളായി കേരളം കെട്ടിപ്പടുത്ത ആരോഗ്യ സംവിധാനം തൊലച്ച കാലം, ആവർത്തന പിഴകളിൽ പട്ടിവിലയില്ലാത്ത ഗതികെട്ട മനുഷ്യർ, നാനാവിധമായി പോയ മുടിഞ്ഞ കാലം, ഇരുണ്ട കാലം. കണ്ടില്ലേ എൻ്റെ പൊന്ന് ഹാഷ്മി? എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഇപ്പോഴും ഞാൻ പറയാണ്, ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക്. കാരണം ഈ രീതിയിൽ തന്നെ ശക്തമായിട്ട് എതിർക്കണം. പല മാധ്യമങ്ങളും പലരെയും പേടിച്ച് പല PR വർക്കുകൾ ചെയ്യുകയാണ്. അതിനിടയിൽ ഹാഷ്മിയെ പോലെയുള്ള ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾ തന്നെ രംഗത്തേക്ക് വരണം. ഈ തോന്നിവാസം കാണിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞത് ഇതെങ്ങനെ ഉള്ളിൽ വന്നു എന്ന് എനിക്ക് അറിയില്ല, എന്തായാലും വരാൻ പാടില്ലാത്തൊരു കാര്യമാണ്, അത് അവർക്കറിയാം, വരാൻ പാടില്ല എന്ന് അവർക്കറിയാം. എങ്ങനെ വന്നു എന്നറിയില്ല, എന്തായാലും അത് വന്നത് ചികിത്സാ പിഴവ് തന്നെയാണ്, അതെന്തായാലും മാറ്റണം. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ട് അല്ല എന്നാണ് പറയുന്നത്, സിസ്റ്റത്തിന്റെ എറർ ആണെന്നാണ് പറയുന്നത്. ഒരു കത്രിക എടുത്ത് അവരുടെ വയറും കീറി മുറിച്ച് അതിനകത്ത് കത്രിക ഉണ്ടാക്കി വെച്ചിട്ട് ഇവരുടെ ഈ രീതിയിലുള്ള ന്യായീകരണം കാണുമ്പോൾ അടിച്ചവളെയൊക്കെ പല്ല് താഴെ ഇടണം. ഇവിടേക്ക് ഏത് രീതിയിലാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്? എന്ത് ക്വാളിഫിക്കേഷൻ കണ്ടിട്ടാണ് മെഡിക്കൽ കോളേജുകളിൽ ഈ പറയുന്ന ഡോക്ടർമാരെ നിയമിക്കുന്നത് എന്നുള്ളതോടൊന്ന് മനസ്സിലാക്കുന്നത്. പിൻവാതിൽ നിയമനമോ മുൻവാതിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നിട്ടാണ് ഈ മെഴുകല്, അത് അവർ കഴിച്ചതായിരിക്കുമെന്ന് ഹാഷ്മി എടുത്ത് പറഞ്ഞതുപോലെ കപ്പയും കാന്താരിയും മുളകും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഉരുട്ടി കത്രിക വിഴുങ്ങിയതാണെന്ന് വരെ ഇവർ വേണമെങ്കിൽ പറഞ്ഞു തീർക്കും. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് ഈ പറയുന്ന മത്സരിച്ച് ഇങ്ങനെ പോകുമ്പോൾ, ആരോഗ്യ മേഖലയിലും എല്ലാത്തിലും ഒന്നാമതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇവിടെ എവിടെ സമയം കിട്ടാനാണ് ഇതൊക്കെ അന്വേഷിക്കാൻ, അല്ലേ? ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾക്ക് ഒരു അറുതി വരണം. ഇനിയും ഇത്തരം പാവങ്ങൾ ഈ രീതിയിൽ അനുഭവിക്കാൻ പാടില്ല. ഒന്നുമില്ലാത്തതിന്റെ പേരിൽ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് ദുരിതങ്ങൾ നമ്മുടെ കൺമുൻപിലും വാർത്തകളിലും നമ്മൾ കാണുന്നുണ്ട്. അറിയാത്തതായിട്ടും അറിയപ്പെടാത്തതായിട്ടും ഒതുക്കി തീർക്കുന്നതായിട്ട് ഒരുപാട് കേസുകൾ വേറെയുമുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ആരോഗ്യ മേഖല അല്ലെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുറെ ആളുകളെ ഇരുത്തിയിരിക്കുന്നതല്ലാതെ അതിനെ കുറച്ച് കാര്യക്ഷമമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് അമ്മമാർ കാണും, ഇതുപോലെ പാമ്പേഴ്സ് വെച്ചും നേരാൻ വണ്ണം ഒന്ന് കഴിക്കാനോ ഒന്ന് മൂത്രമൊഴിക്കാനോ പോലും സാധിക്കാത്ത ഒരുപാട് ജീവൻ കാണും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്തായാലും നല്ല രീതിയിൽ തക്കതായ ശിക്ഷ നടപടികൾ എടുക്കട്ടെ. ഈ ഡോക്ടർ, ഇങ്ങനെയുള്ള ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.